ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ യുവജനങ്ങളെ ആധ്യാത്മികതയിലും എഴുത്ത്, വായന, സംരംഭകത്വം, കലാകായിക രംഗങ്ങളിലേക്കും വഴിതിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി രൂപത KCBC മധ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെ 2026 മാർച്ച് 31 വരെ ഒരു വർഷത്തെ തീവ്ര കർമ്മ പരിപാടികളുടെയും രൂപത പാസ്റ്ററൽ സെന്ററിൽ നടന്ന ബോധവൽക്കരണ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. ലഹരിക്കെതിരെ ജാതിമത രാഷ്ട്രീയത്തിനതീതമായി സമൂഹം ഒന്നായി ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ആഹ്വാനം ചെയ്തു. ഈ കാലഘട്ടത്തിൽ യുവജനതയെ തകർക്കുന്ന ലഹരി എന്ന മഹാവിപത്തിൽ നിന്ന് അവരെ രക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്തം സർക്കാരിനും പോലീസിനും എക്സൈസിനും അതിലുപരി നമുക്കോരോരുത്തർക്കുമുണ്ട്. യുവജനങ്ങളെ ആധ്യാത്മികതയിലും എഴുത്ത്, വായന, സംരംഭകത്വം, കല, കായിക രംഗങ്ങളിലേക്കും വഴിതിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി രൂപത KCBC മധ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെ 2026 മാർച്ച് 31 വരെ ഒരു വർഷത്തെ തീവ്ര കർമ്മ പരിപാടികളുടെയും രൂപത പാസ്റ്റർ സെന്ററിൽ നടന്ന ബോധവൽക്കരണ പരിശീലന പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. അതുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളിലൂടെ എല്ലാം ഇപ്പൊ ശരിയാകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പോണില്ല. സർക്കാർ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തണം, സംശയമൊന്നുമില്ല. ഏറ്റവും പ്രധാനമായിട്ടും ഭരിക്കുന്ന സർക്കാരിന്റെയും ഭരണ സംവിധാനത്തിന്റെയും ചുമതലയാണ് ഈ നാടിനെ ലഹരി വിമുക്തമാക്കുക എന്നുള്ളത്. ഈ നാടിന്റെ അതിക്രമങ്ങളും അക്രമങ്ങളും ഇല്ലെന്നാക്കുക, ഇവിടെ നിയമവാഴ്ച നടപ്പിലാക്കുക എന്നുള്ളത് ഭരിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഉത്തരവാദിത്വമാണ്. നിയമപാലകർ നിസ്സംഗരായി നോക്കി നിൽക്കുന്നു. നിയമപാലകർക്ക് നടപടിയെടുക്കാൻ ഭയമാണ്. പോലീസിന് ധൈര്യമില്ല. പോലീസിന്റെ ധൈര്യം ചോർന്നു പോയിരിക്കുന്നു. തീരുമാനമെടുക്കുന്ന മറ്റു പലരുമാണ് പല കാര്യങ്ങളിലും. പലപ്പോഴും ഇതുപോലെയുള്ള ലഹരി വ്യാപനങ്ങളിലൊക്കെ ശക്തമായിട്ട് ഇടപെടുന്ന ആളുകൾ സംരക്ഷിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള വിപത്ത് മുമ്പിലുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഞാൻ എടുത്തു കാണിക്കുകയല്ല. കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഒരുമിച്ച് എല്ലാ സംവിധാനങ്ങളും ഭരിക്കുന്ന കക്ഷിയും പ്രതിപക്ഷവും എല്ലാം ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ലഹരി കേരളത്തെ ഇന്ന് ഭ്രാന്താലയമാക്കി മാറ്റിയതായും ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് ലഹരിക്കെതിരെ പോരാടണമെന്നും രൂപത വികാരി ജനറൽ റവറന്റ് ഡോക്ടർ ജോസഫ് വെള്ളമറ്റം പറഞ്ഞു. രൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പെരുനിലം അധ്യക്ഷത വഹിച്ചു. KCBC മധ്യവിരുദ്ധ സമിതി രൂപത പ്രസിഡന്റ് ജോർജ് കുട്ടി ആഗസ്തി, ഫാദർ ജസ്റ്റിൻ മദിയത്ത്, സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് കുരുവിള തുടങ്ങി നിരവധി പേർ ക്ലാസുകൾ നയിച്ചു. ഗ്രൂപ്പ് ചർച്ചകൾക്കു ശേഷം നടന്ന സമ്മേളനം രൂപത വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലക്കൽ ഉദ്ഘാടനം ചെയ്തു. ഷിഗ്ന ന്യൂസ്, കോട്ടയം.